അതെ, റൊണാൾഡോയുടെ അവസാനത്തെ ദൗത്യം 2026 ലോകകപ്പ്. ഇനി അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. ഒരു ചോദ്യം: ലോകം മുഴുവൻ നിങ്ങളെ അവസാനിച്ചുവെന്ന് വിധി എഴുതിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെ, പലരും പിന്മാറും, ചിലർ നിശബ്ദരാകും. പക്ഷേ ഒരാൾ മാത്രം വീണ്ടും എഴുന്നേൽക്കും: ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ, ഇത്രയും വർഷങ്ങൾക്കിപ്പുറം പോലും ലോകം ഇന്നും അവനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട്? എന്താണ് ഈ മനുഷ്യനിൽ ഇത്രയും പ്രത്യേകത? അവൻ വെറും ഒരു ഫുട്ബോൾ കളിക്കാരൻ അല്ല. അവനൊരു ശീലം, ഒരേ മനോഭാവം, ഒരു പോരാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവൻ പരിശീലിക്കുകയായിരുന്നു. മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ അവൻ അടുത്ത ലക്ഷ്യം അന്വേഷിക്കുകയായിരുന്നു. കാരണം റൊണാൾഡോക്ക് വിജയമെന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു അടിമത്വമാണ്. എന്നാൽ ഒരു ദിവസം എല്ലാവർക്കും വരും. സമയം എന്ന എതിരാളി. വേഗത കുറയും, ശരീരം ക്ഷീണിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം ഇന്നും മാറിയിട്ടില്ല: അവൻ്റെ പാഷൻ, അവൻ്റെ വിശപ്പ്. ഒരു ഗോൾ നേടിയ ശേഷവും അടുത്ത ഗോൾ വേണം. ഓരോ കിരീടം നേടിയ ശേഷവും അടുത്ത കിരീടം വേണം. കാരണം അവൻ സാധാരണക്കാരനല്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റേഡിയം മുഴുവൻ അവൻ്റെ പേര് വിളിക്കുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന തീ. ആ തീ പണത്തിനല്ല, പ്രശസ്തിക്കല്ല, അത് തെളിയിക്കാനുള്ള ആഗ്രഹമാണ്. ഇന്നും ഞാൻ ഇവിടെയുണ്ട് എന്ന് തെളിയിക്കാനുള്ള ആഗ്രഹം. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഒരു ദിവസം അവൻ അവസാനമായി മൈതാനത്തിറങ്ങുന്ന ദിവസം, അവസാനമായി ആരാധകരെ കാണുന്ന ദിവസം, അവസാനമായി ആ ജേഴ്സി ധരിക്കുന്ന ദിവസം, അന്ന് ലോകം എന്ത് പറയും? ഒരു മികച്ച കളിക്കാരൻ, ഒരു ഇതിഹാസം? അല്ല, അതിനേക്കാൾ വലിയ എന്തോ, ഒരു തലമുറയുടെ തന്നെ പ്രചോദനം. കാരണം ചില കളിക്കാർ കളി അവസാനിപ്പിക്കും, പക്ഷേ ചിലർ കളി വിട്ടുപോയ ശേഷവും ചരിത്രത്തിലൂടെ ജീവിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ, ആ പേരിന് ഇനി റെക്കോർഡുകളേക്കാൾ വലിയ അർത്ഥമുണ്ട്. അതൊരിക്കലും തോൽക്കാൻ സമ്മതിക്കാത്ത ഒരു മനുഷ്യൻ്റെ കഥയാണ്. അത് പോർച്ചുഗലിന് ആദ്യ ലോകകപ്പ് സമ്മാനിക്കുമോ? അത് ഫുട്ബോളിൽ ചരിത്രത്തെ ഏറ്റവും വലിയ നിമിഷമാകുമോ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇനി കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: റൊണാൾഡോ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവൻ്റെ സ്വപ്നവും അവസാനിച്ചിട്ടില്ല. റൊണാൾഡോയുടെ അവസാന ദൗത്യം ആരംഭിച്ചു. ദ വൺ ലാസ്റ്റ് മിഷൻ. 2026 ലോകം